ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ കൂട്ടുകാരിയുടെ എൻഗേജ്മെൻ്റ് ആണ്, അപ്പോൾ അതിന് പോകാൻ വേണ്ടി നോക്കുകയാണ്. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. അപ്പോൾ പോയിട്ട് വരാം ഗൈസ്. ഒരു ചെറിയ മിനി വ്ളോഗായിരിക്കും ഇത്. മിനി വ്ളോഗാന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ അധികമൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഡേ മൈ ലൈഫ് പോയി എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഡേ മൈ ലൈഫാണ് എൻ്റെ ഇത്. രണ്ട് ദൂരെ നടന്നു വരുന്നുണ്ട്, നടന്നു പോവാണ്, എത്തിയില്ല. ഞങ്ങളെ ഡ്രസ്സ് ഒരു മാതിരിക്കുന്നു. ഇവളെയാണ് എൻഗേജ്മെൻറ്റ്. പിന്നെ ഞങ്ങൾ കൂട്ടുകാരികളെല്ലാം കൂടെ കുറേ വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്ന് പിന്നെ അവിടെ കുറേ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പം എന്തൊക്കെയൊക്കെ തിന്നാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുറേ തിന്നുകൊടുന്ന്. പിന്നെ അധികമൊന്നും എടുക്കാൻ പറ്റിയില്ല. ഫുഡ് കഴിക്കുന്നതൊന്നും അധികം എടുക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ അവിടെ കുറേ അവൾക്കൊരു മുട്ടായിൻ്റെ ബോക്സൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ അതൊക്കെ കുറേ പേർക്ക് തിന്ന്. പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഞാൻ 5:45 വീട്ടിലെത്തി. ചാനലിപ്പോൾ സമയം 5:45. വീട്ടിലാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ അച്ഛനടുത്ത് പോയേക്കാണ്. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ഇപ്പോൾ വൈകുന്നേരത്തെ ഒരു ഈവനിങ് റൊട്ടീന് മീ എലോൺ. ചേട്ടൻ വരും, ഉണ്ണിച്ചേട്ടൻ എന്താവശ്യത്തിന് പുറത്ത് പോയേക്കാണ്. കുറച്ച് നേരം വരും. പിന്നെ നമുക്ക് ചോറ് വെക്കണം, എന്തെങ്കിലും കറി വെക്കാനുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ഒരു ആപ്പ് നോക്കിയിട്ട് ഇങ്ങനെ മറ്റേ വെയിറ്റ് ലോസ് അല്ല, ബെല്ലി ഫാക്റ്റിൻ്റെ ഒരു വർക്കൗട്ടാണ്. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഒരു 15 മിനിറ്റാണ് അത് ചെയ്തിട്ട് കാണാം ഗൈസ്. ഇങ്ങനെ എങ്ങനെയോ കഷ്ടപ്പെട്ട് തീയെല്ലാം കത്തിച്ച് വെള്ളം വെച്ചതേ ഉള്ളൂ, ഇനി തിളക്കാനുണ്ട്. അപ്പം വേറെന്താ, വർക്കൗട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ നല്ല ശീലങ്ങളെ വർക്കൗട്ട് ചെയ്യാനുണ്ട്. വർക്കൗട്ട് ചെയ്തിട്ട് വരാം ഗൈസ്. കറക്റ്റ് 6 മണിയായി. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു കുളിക്കണം. ചോറിൻ്റെ വെള്ളം കെട്ടുപോയി, ഒന്നും കൂടെ പോയി കത്തിക്കണം. കുളിയെല്ലാം കഴിഞ്ഞ് ഇനി വിളക്ക് കത്തിക്കാനുണ്ട്. അപ്പോൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. രണ്ടാളേ ഉള്ളൂ ഞങ്ങൾ. അപ്പോൾ രണ്ടാൾക്കുള്ള ഒരു ഗ്ലാസ് അരി, രാവിലത്തെ ചോറ് ബാക്കിയുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. ഇതായി കഴിയുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അരി ഇടാം. അപ്പം എനിക്ക് പേടിയൊന്നുമില്ല കുഞ്ഞോ. ഞാൻ ഒറ്റക്കൈകൊണ്ട് കുഞ്ഞ് പറയാം. കുഞ്ഞ് വന്നിട്ടുണ്ട് ഇവിടെ. ഞാൻ കാണിച്ചാൽ കുഞ്ഞിനെ പറയാം ഞാൻ ഇവിടെ ഒറ്റ നിൽക്കുന്നതിന് പേടിയില്ലേന്ന്. അപ്പോൾ നമ്മുടെ അരി ഇട്ടിട്ടുണ്ട്. ബാക്കിയൊന്ന് രാത്രി ചോറും കൂടി അതിനകത്ത് ഇട്ടു. ഇനി എൻ്റെ മുടിക്ക് നല്ലപോലെ കണ്ണ് കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉപ്പും കടുക് ഒഴിഞ്ഞിടാന്ന്. വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞിട്ട് നല്ല കടുക് പൊട്ടിത്തെറിച്ചോട്ടെ. ബ്രദർ അയൽക്കൂട്ടത്തിൻ്റെ ഇനി നമുക്ക് ഞാൻ ഒറ്റയ്ക്കുള്ള അപ്പം അതിനൊക്കെ കൊറ്റിയിടാം. ഇനി പോയിട്ട് മുട്ടക്കറി ഒക്കെ. ഇനി എൻ്റെ ഫോണിലാണ് ഷൂട്ടിങ്, ഇനി വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് മുട്ടക്കറി വെക്കണം. 2 മുട്ടയുണ്ട്. മുട്ടക്കറി വെക്കാം ഗൈസ്. ഒറ്റക്ക് വീട്ടിലൊക്കെ ഒരു സുഖമില്ല ഗൈസ്. എങ്ങനെയാണ് ഒറ്റക്കളം വീട്ടിൽ നിൽക്കുന്നത്? സമ്മതിക്കണം എല്ലാവരും. ഇത്രയും മതിയായിരിക്കും, രണ്ടാക്കുള്ള മതി. ഉള്ള ഒട്ടുമ്പോൾ തന്നെ നല്ല കഴിയുന്നു. കുറച്ച് മുഴുപ്പിനരിയാം. ഇത്ര കറിയിട്ടില്ലേ. തക്കാളി ഉള്ളി വെക്കുമ്പോൾ തന്നെ കണ്ണിൽ പുകയുന്നു. അയ്യോ. കുറച്ച് കുരുമുളകും വെളുത്തുള്ളി ചതച്ചെടുക്കാം നമുക്ക്. കഞ്ഞിയൊക്കെ വറുത്ത് സെറ്റായി. ഇനി പിന്നെ മുട്ടക്കറി ആക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചട്ടി എടുത്ത് വെക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. പോകാം. കടുക്,
പൊടി ഇട്ടു. ഇനി അതും കൂടി ഇളക്കി കൊടുക്കാം. മുളക് പൊടി ഉപ്പ് ലാസ്റ്റ് ഇടും ഞാൻ. കടുകും കൂടിപ്പോയോ എന്നൊരു സംശയം. സാരമില്ല. മസാല, മുളക് പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, ഗരം മസാല, ഇത്ര സാധനങ്ങളിട്ട് മൂപ്പിച്ചെടുക്കണം. എല്ലാ ആവശ്യത്തിനാണ് എടുത്തത്. ഒന്ന് ഇത് കുറച്ച് തിളച്ചിട്ട് മാറ്റി വെച്ചിട്ട് നമ്മളിനി മുട്ട ഇതാക്കാൻ വേണ്ടി വെക്കാൻ പോവാണ്. വേവിക്കാൻ വേണ്ടി, മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട്. നല്ല പോലെ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല എണ്ണ ഇടുന്നു തോന്നുന്നു. ഞാൻ മുട്ടയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മുട്ട വെള്ളത്തിലിട്ട് വെച്ച് ഇത് തണുത്തിട്ട് നമുക്ക് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇടണം. പിന്നെ നെറ്റില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഞാൻ സിനിമ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. സിനിമ കാണുകയാണ്. ഫുഡ് കഴിച്ചിട്ട് കാണാം ഗായ്സ്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒരു 9 മണിയെല്ലാം ആകുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ് ഗായ്സ്.